ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴത്തെ പോലെ ഞാൻ പറയുന്നത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ കമന്റ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് ഇട്ടിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണേ. തോന്നുന്നു എന്റെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ എന്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വിചാരിക്കുന്നുണ്ട് വീഡിയോ എന്താ മൊത്തത്തിൽ ഇരുട്ടെന്ന്. ഞാനിപ്പം പുലർച്ചെ 5 മണിക്കാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രോന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ വണ്ടിയിലെത്തി മൂവ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഞാനിപ്പോ പോകുന്നത് കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. ഒറ്റക്കാണില്ലത്, അതും ഫസ്റ്റ് ടൈം ഈ ടൈമിൽ പോകുന്നത്. ഇതിൽ പെട്ടെന്ന് അബ്ദു വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എന്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ രാവിലെ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ആവും, നീ എന്നെ കൂട്ടാൻ വേണ്ടി വരണമെന്ന്. ഫസ്റ്റ് ഞാനൊന്ന് ഷോക്കായി പോയി. കാരണം 6 മണിക്കാന്ന് ലാൻഡ് ആവുമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ആരെയും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുമില്ല. പിന്നെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് സോളോ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, അത് കുറച്ച് ലോങ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കൂട്ടാൻ വേണ്ടി പോയിക്കൂടാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടുന്നാന്ന് അറിയില്ല ഇത്രയും ധൈര്യം കിട്ടിയത്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ല, എനിക്ക് സോളോ ട്രിപ്പ് പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആവുന്നില്ല രീതിയിലാണ് ഞാൻ ഇറങ്ങിയത്. മാപ്പ് ഇട്ടിട്ടാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയത്. പക്ഷെ പെട്ടെന്ന് അബ്ദുവിന്റെ കോള് വന്നേരം മാപ്പ് കട്ടായി പോയി. പിന്നെ ഞാൻ 3 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വീണ്ടും എയർപോർട്ടിൽ എത്തിയത്. അപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. എത്തിയ ടൈമിൽ ഞാൻ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കെന്തോ ഉള്ളിലൊരു ധൈര്യവും ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല ഒരു കോൺഫിഡന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഫൈനലി ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ എത്തി ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒറ്റയ്ക്ക് ഞാൻ ഇവിടം വരെ എത്തുന്നു. നിങ്ങൾ പഠിച്ചപ്പോഴേ എന്റെ മൈൻഡിലുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഒറ്റയ്ക്ക് കൂട്ടാൻ വേണ്ടി പോകുന്നു. സോ അതിപ്പോ സാധിച്ചെടുത്തപ്പോ എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പറ്റിയ കാരണം കൊണ്ട് അബ്ദുൽ ലാൻഡ് ആയിട്ട് കുറച്ച് അധിക ടൈം തന്നെ അവിടെ പോസ്റ്റ് അടിക്കേണ്ടി വന്നു. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്കാന്ന് കൂട്ടാൻ വരുത്തിയെന്ന്. പക്ഷെ കക്ഷി വിശ്വസിച്ചില്ല. കണ്ടപ്പം ഭയങ്കര ഷോക്കായി പോയി. എന്നെ കുറെ ടൈം കാണാതായപ്പോ കക്ഷി ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഫൈനലി ഞാനും അബ്ദും കണ്ടുമുട്ടി. വിചാരിക്കുന്നുണ്ടാവും എയർപോർട്ടിൽ ഒറ്റക്ക് കൂട്ടാൻ പോകുന്ന വലിയ കാര്യമാണോന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് വലിയ കാര്യം തന്നെയായിരുന്നു. അബ്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നീ ഒറ്റക്ക് എന്നെ കൂട്ടാൻ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒറ്റക്ക് കണ്ടപ്പോഴും അബ്ദുവിന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എങ്ങനെ എന്നെ ഒറ്റക്ക് കൂട്ടാൻ വേണ്ടി വന്നത്, നീ എന്ത് ധൈര്യത്തിൽ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ ആളെന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ചിട്ടും പിന്നെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ധൈര്യത്തിനെ കുറിച്ചിട്ടൊക്കെ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അബ്ദുവിനെ കണ്ട ടൈമിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര മടിയായിപ്പോയി. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ വേഗം സ്കൂട്ടായി ഇപ്പുറത്തെ സീറ്റിലേക്ക് കയറി. പക്ഷെ കുറച്ച് ടൈം അബ്ദു ഡ്രൈവ് ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു നീ തന്നെ എടുത്തോ, ഞാൻ ഭയങ്കര ടയേർഡാന്നുള്ളത് എന്ന്. വഴിതെറ്റിയ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിനി. ഞാൻ അബ്ദുവിനോട് പറഞ്ഞു നീ എന്തിനാണ് ആ ടൈമിൽ വിളിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ 13 കിലോമീറ്റർ അധികം ഓടേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അബ്ദു നാട്ടിലെത്തിയ ടൈം ഇലക്ഷന്റെ ടൈം ആയിരുന്നു. ഫൈനലി നാട്ടിലെത്തി. പിന്നെ വരുന്ന വഴിയിലെല്ലാം ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടെല്ലാം കണ്ടിട്ടുണ്ടായിനി. നാട്ടിലെത്തിയാലും ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ആയിക്കഴിഞ്ഞാൽ വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും രാവിലെ തന്നെ എല്ലാരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു ആ ടൈം ഭയങ്കര തിരക്കായിട്ടുണ്ടാവും. കാരണം കുറെ ആൾക്കാരെ കാണുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇവിടെ കുറെ ആൾക്കൂട്ടുന്നു. അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ വീടിന്റെ മുമ്പിലാണ് ഇവര് ചെയറിട്ടിട്ടാടി ഇരിക്കുന്നത്. കാരണം ഇലക്ഷനും സ്ലിപ്പൊക്കെ ഇവിടുന്നാണ് കൊടുക്കുന്നുണ്ടായത്. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അബ്ദു ഗൾഫിലേക്ക് പോയ ടൈമില് അബ്ദുവിനെ ഏറ്റവും കൂടുതൽ മിസ്സായത് ഈ ഒരാൾക്കാണ്. ഉറങ്ങിണീച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അബ്ദുവിനെ കണ്ട് പെട്ടെന്ന് ഷോക്കായത് കൊണ്ടോന്ന് അറിയില്ല, ആള് ഭയങ്കര കിളി പോയ അവസ്ഥയായിരുന്നു. വിചാരിച്ചു അബ്ദുവിനെ ഇവൻ മൈൻഡ് ആക്കൂലാന്ന്. പക്ഷെ വിളിച്ചപ്പോ തന്നെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപാട് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. കാരണം നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്താണ് നമുക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. പിന്നെ വിചാരിച്ചു എന്തിനു വെറുതെ ലേറ്റ് ആക്കണം, പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് കടന്നുറങ്ങാന്ന്. ഫോൺ എടുത്ത് ഓരോന്നും വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഇവര് പറഞ്ഞു ഞങ്ങളെ കൂടെ വീഡിയോ എടുക്കുമോന്ന് ചോദിച്ചു. അങ്ങനെ എടുത്തു കൊടുത്തതാണ് ആ വീഡിയോ. എന്റെ സ്ലിപ്പൊക്കെ വാങ്ങി ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നടന്നിട്ട് പോകേണ്ട ദൂരേ ഇല്ലു. ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന ടൈമിൽ എന്റെ ബാക്കിൽ നിന്ന് ആരോ പറയുന്നുണ്ട് അതിന് എന്നെ എടുത്തേന്ന്. പിന്നെ അവരെയും കൂടി ഇൻക്ലൂഡ് ആക്കി വീഡിയോ.
ഇതെന്നോട് പറഞ്ഞടിപ്പിച്ചതാണ്. വീട്ടിന്റെ അടുത്തുള്ള മദ്രസയിലാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. ഞാൻ ഫസ്റ്റ് ടൈം മദ്രസയിൽ കയറുമ്പോ ഒന്ന് ഷോക്കായി. കാരണം ഇത്രയും ആൾക്കാരുണ്ടോ, ഇത്രയെല്ലാം ക്യൂ നിക്കണോ എന്ന് ആലോചിച്ചിട്ട് ആകെ ഫസ്റ്റ് ഒരു ടെൻഷൻ ആയിപ്പോയി. പിന്നെയാണ് മനസ്സിലായത് 2 പാർട്ടായിട്ടാണ് ഉള്ളത് അവിടെ. ഭാഗം 1, ഭാഗം 2. ഭാഗം 2ലാണ് ഇത്രയും ആൾക്കാരില്ലത്. ഇതോ ഭാഗ്യം കൊണ്ട് ഞാൻ ഭാഗം 1ലാണ് ഉണ്ടായത്. അപ്പൊ 1ൽ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വോട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രഹസനം ഇല്ലേ, അത് മാത്രാണ്. ഷോ, പട്ടി ഷോ എന്ന് തന്നെ പറയാം. 1 മണിക്കൂർ നല്ല പോലെ ഉറങ്ങി. ഞാനല്ല, ഇവര് 2 പേരാണ്. നല്ല പോലെ ഉറങ്ങിയതിന് ശേഷം കുളിച്ച് ഫ്രഷായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോയേന്ന്. അബ്ദു ഇവനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിന്. അത് ഇവനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് അതെന്താന്ന് അറിയായിട്ട്. അപ്പം അബ്ദുവിന്റെ ബാക്കിൽ കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താന്നത്. എന്നിട്ട് ആൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഫൈനലി അവന്റെ കഴുത്തിലിട്ടേരം ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ ഇട്ടിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി. അപ്പം അബ്ദുവിനെ വലിച്ചു കൊണ്ടുപോയി നമുക്ക് പോവാലാന്ന് പറഞ്ഞിട്ട് എന്നോട് ടാറ്റ പറഞ്ഞിട്ട് പോക്കാന്നത്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് അബ്ദുവിന്റെ നാട്ടിലേക്കാണ്. അബ്ദുവിന് അവിടെ വോട്ടുണ്ട്. അങ്ങനെ അബ്ദുവിന്റെ സ്ലിപ്പൊക്കെ വാങ്ങി. പിന്നെ അബ്ദു ചെക്ക് ചെയ്യുന്നു എവിടുന്നാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. പിന്നെ വോട്ടിന്റെ അടുത്ത് കുറെ ആൾക്കാരുണ്ടായോണ്ട് പിന്നെ അബ്ദുവിന്റെ വീട്ടിൽ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അതിന്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. നമ്മൾ 2 പേരും ഒന്നിച്ച് വോട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാ, എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞ ഓർമ്മയിലില്ല. അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് മടങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പടന്നിയിലെ ജസ്റ്റ് കറങ്ങി വരാം. കാരണം വീട്ടിൽ പെട്ടെന്ന് എത്തുന്നോണ്ട് പടന്ന വഴി പോവാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ വോട്ട് ചെയ്തത്. ഒരു നടക്കേണ്ട ദൂരത്തില്. അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടം വരെ വരേണ്ട വരും. ഇതാ ഈ സ്കൂളിലേക്ക്. നമ്മള് പണ്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് വോട്ട് ചെയ്യല്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലെ പോയത്. പിന്നെ ഈ സ്കൂളിന്റെ തൊട്ടടുത്താണ് എന്റെ ഫ്രണ്ടിന്റെ വീടും വരുന്നത്. ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്. എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തന്നെ മടങ്ങാന്ന് വിചാരിച്ചു. ഒരു ഉച്ചയോളം അടുത്തിട്ടുണ്ടായിരുന്നു ടൈം. എത്തിയ ടൈമില് കസിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ ഇങ്ങോട്ടേക്ക്. അപ്പൊ പിന്നെ എല്ലാരും വീട്ടിൽ ഒത്തുകൂടി. വാന്ന് ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് ഉണ്ടാക്ക്. കാരണം എല്ലാരും വീടെടുത്ത് പോയതാ. ഒന്നിച്ച് കണ്ടേരം എല്ലാവർക്കും പുറത്തു പോയി ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ കുറെ അടുത്ത് വിളിച്ചു നോക്കി. വോട്ടിംഗ് പ്രമാണിച്ച് എവിടെയും ഓപ്പൺ അല്ല. നോക്കിയില്ല. എല്ലാരും കൂടി ഒത്തുപിടിച്ച് ഒരു അടിപൊളി ലഞ്ച് സെറ്റാക്കാന്ന് വിചാരിച്ചു. ഓരോരാളും ഓരോരോ ഡ്യൂട്ടി ഏറ്റെടുത്തു. ഇതിപ്പോ നിങ്ങൾ കാണുന്നത് സോയാബീൻ ഫ്രൈ ചെയ്യുന്നതാണ്. ഇന്നൊരാൾ ഇവിടെ പപ്പായ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനെന്ന് വെച്ചാല് വറവാക്കാൻ വേണ്ടിയിട്ടാണ് പപ്പായന്റെ. നമ്മളെ നാട്ടില് വറവ് എന്നാണ് പറയല്. ചില നാട്ടിലൊക്കെ ഉപ്പേരി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വീട്ടില് പരിപ്പ് കറി സെറ്റ് ആകുന്നുണ്ട്. പിന്നെ പപ്പട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും തേയാന്നുള്ള രീതിയിൽ പിള്ളേരെല്ലാം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അബ്ദുനെയും കൊണ്ട് പോയ ടൈമിൽ ഇവർ ഇത്രയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കസിന്റെ വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുവന്നത്. ഓൾ അവിടെ വെച്ചത് നേരെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. ഞാൻ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാരും ബിസിയാണ്. ഇത് സത്യാന്ന് ഗൈസ്. കാരണം ഇവർ എന്നോട് പറഞ്ഞു നീ ഫുഡൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട, അപ്പൊ വീഡിയോ ആരെടുക്കില്ലേ, നീ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്താൽ മതി. എനിക്ക് എന്റെ ഫാമിലിയിൽ എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫൈനലി ഫുഡൊക്കെ റെഡിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, മൊത്തം ടേബിള് സെറ്റാക്കി എല്ലാരും കൂടി ഒന്നിച്ച് കഴിക്കാന്നുള്ള രീതിയിൽ പിള്ളേർക്ക് തന്നെ കൊടുത്തു. കാരണം അവർക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. കുറെ നാളത്തേക്ക് എല്ലാരും കണ്ടപ്പം ഭയങ്കരമായിട്ട് കളി കൂടിപ്പോയി. പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് അവരൊരു സൈഡാക്കിയതിന് ശേഷം നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാരും 4 വെയ്ക്കായി ഗൈസ്.